നമസ്കാരം, ഞാൻ ഹരിദാസൻ. കിറ്റെക്സ് ഗാർമെന്റ്സ് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്ന ഒരു 3500 കോടി രൂപ ആ പദ്ധതി ക്യാൻസൽ ചെയ്ത് തെലങ്കാനയിലെ വാറങ്കലിലുള്ള കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കേൾക്കുന്നത്. 1000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഏറെക്കുറെ 2 വർഷം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് പൂർത്തിയാക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ഓഹരി വില 20% കയറി 140.85 രൂപയായി. നമ്മുടെ നാട്ടിലെ കിറ്റെക്സ് പോലുള്ള ഈ ചെറിയ കമ്പനിക്ക് 1000 കോടി 3500 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാണ് അവർ ഇത്രയും വലിയൊരു ഫണ്ട് മൊബിലൈസ് ചെയ്യുക? ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കിറ്റെക്സ് ഗാർമെന്റ്സ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചുള്ളതാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. 1992 കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആകുന്നത്. 1995 കിറ്റെക്സിന്റെ IPO ഉണ്ടായത്. അതിനുശേഷം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു, പിന്നീട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ഉണ്ടായത്. കോട്ടൺ ഫാബ്രിക്സും അതുപോലെ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങളുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അമേരിക്കയിലേക്കാണ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. യൂറോപ്പിലേക്കും മറ്റുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കിറ്റെക്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികളുടെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫന്റ് ഗാർമെന്റ്സ് എക്സ്പോർട്ടിൽ ഇവർക്ക് 70% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഈ ഫീൽഡിൽ ഇവരൊരു വലിയ കമ്പനി തന്നെയാണ് എന്നർത്ഥം. നിരവധി വേൾഡ് ഫേമസ് ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഇവര് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. മാർച്ച് 31, 2021 കിറ്റെക്സ് ഗാർമെന്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രകാരം അവർക്ക് 6.65 കോടി ഇക്വിറ്റി ക്യാപിറ്റലാണുള്ളത്. ഫേസ് വാല്യൂ 1 രൂപയാണ്. മുഖവില 1 രൂപയുള്ള 6.65 കോടി ഓഹരിയാണുള്ളത്. ഈ ക്യാപിറ്റലിന്റെ 55.57% പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ 44.42% ഉണ്ട്. ഇതിൽ ഒരു മേജർ ഇൻവെസ്റ്റർ എന്ന് പറയാവുന്നത് CKG സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന CKG ഗ്രൂപ്പിന്റെ ഫാമിലിക്കാണ്. ഏകദേശം 15% ഓഹരി അവരുടെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസ് അതർ ഇക്വിറ്റി എന്ന് പറയുന്നത് 689.12 കോടി രൂപയുടെ റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 695 കോടി 695.77 കോടിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്. ഇതിന്റെ ഒരു 1.5 ടൈംസ് എടുക്കുക എന്ന് പറഞ്ഞാലും ഇവർക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. കിറ്റെക്സ് എന്ന് പറയുന്നത് സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. അപ്പൊ അവർക്ക് ലോൺ എടുക്കാനുള്ള പൊട്ടൻഷ്യൽ നന്നായി ഉണ്ട് എന്നർത്ഥം. ശരിക്കും കിറ്റെക്സിന്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ തെലങ്കാനയിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഈ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ഒരു സബ്സിഡിയറി ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? പല മോഡലിൽ വരാം. അതല്ലെങ്കിൽ കിറ്റെക്സ് USA LLP എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ഇവരുടെ ഒരു അസോസിയേറ്റ് കമ്പനിയാണ്. കിറ്റെക്സ് ചിൽഡ്രൻസ് വെയറിന്റെയും കിറ്റെക്സ് ഗാർമെന്റിന്റെയും ഒരു 50-50 പാർട്ട്ണർഷിപ്പിലാണ് ആ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയിലുള്ള ഒരു കമ്പനിയാണ്. ആ ഒരു മോഡൽ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ അന്ന ഗ്രൂപ്പിന്റെ മൊത്തമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് കമ്പനി ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ബിസിനസ് മോഡലിന് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഇനി കിറ്റെക്സ് ഗാർമെന്റ്സ് എന്ന കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ ഒരു ഓഹരിയുടെ മുകളിലുള്ള അറ്റാദായം എന്ന് പറയുന്നത് 8 രൂപ 16 പൈസയാണ്. 8.16 ആണ്. അതിന്റെ സ്റ്റോക്കിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 17.2 ആണ്. ബുക്ക് വാല്യൂ 105 ആണ്. അതേപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 8.12 ആണ്. മാർച്ച് 2020 അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിൽ 739 കോടി സെയിൽസ് ഉണ്ടായപ്പോൾ മാർച്ച് 2021 അവസാനിച്ച വർഷം 455 കോടി മാത്രമാണ് സെയിൽസ് ഉണ്ടായത്. ഏറെക്കുറെ ഒരു 38.4
3% ഒരു കുറവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും കാര്യമായിട്ടുള്ള ഡിക്രീസ് വന്നു. 103 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് 54 കോടി പ്രോഫിറ്റ് ആയിട്ട് കുറഞ്ഞു. അതായത് ഏകദേശം 48% അടുത്ത് നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്തു എന്നർത്ഥം. കിറ്റക്സുമായിട്ട് സമാന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യുവേഷൻ വളരെ കുറവാണ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എടുക്കുകയാണെങ്കിൽ പേജ് ഇൻഡസ്ട്രീസ് ഏറെക്കുറെ 40% അടുത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. KPR മിൽസ് 24 ഉണ്ട്. ഇവിടെ ഗാർമെന്റ്സ് നമ്മൾ കിറ്റക്സ് ഗാർമെന്റ് എടുക്കുമ്പോൾ 8.12% മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയിൽ വളരെ താഴെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള കമ്പനികളിൽ ഒന്നാണ് എന്നർത്ഥം. കിറ്റക്സിനെ പറ്റി പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ഇഷ്യൂസ് കിറ്റക്സിനെ വേട്ടയാടുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്നാണോ ഉണ്ടാവുക എന്നുള്ളതാണ് സംശയം. ഒന്ന് എന്ന് പറയുന്നത് ഒരു കയ്യിലുള്ള ക്യാഷ് പ്ലസ് ബാങ്ക് ഉണ്ടല്ലോ, ലിക്വിഡ് ക്യാഷ്, അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാനും അതിന് റീസണബിൾ ആയിട്ട് ഒരു റിട്ടേൺ കിട്ടുന്നതിനും ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഇവർ ബിസിനസ്സിലുള്ള ഒരു ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂ ആണ്. കിറ്റക്സ് ഗാർമെന്റ്സ് പോലെ തന്നെ കിറ്റക്സ് ചൈൽഡ്സ് വെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇത് ലിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിയാണ്. എന്നാൽ കിറ്റക്സിനേക്കാൾ വലിയ കമ്പനിയാണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 9.5 crores ആണ്. അതായത് കിറ്റക്സ് സെയിം അഡ്രസ്സിലാണ്, സെയിം ബിൽഡിംഗ് ആണ്, ഒരേ ബിസിനസ്സുമാണ്. അപ്പോൾ കിറ്റക്സ് ഗാർമെന്റ്സ് കിറ്റക്സ് ചിൽഡ്രൻസ് വെയർ ലിമിറ്റഡിന് 66.55 കോടിയുടെ സെയിൽസ് നടത്തിയിട്ടുണ്ട്, ഫാബ്രിക് സെയിൽസ് നടന്നിട്ടുണ്ട്. അതേപോലെ കിറ്റക്സ് ലിമിറ്റഡുമായിട്ട് 45 ലക്ഷത്തിന്റെ സെയിൽസ് നടന്നിട്ടുണ്ട്. ഈ കിറ്റക്സ് ചിൽഡ്രൻസ് വെയറിന്റെ അഥവാ KCLന്റെയും കിറ്റക്സ് ഗാർമെന്റ്സിന്റെയും 50-50 ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് USA LLC എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അമേരിക്കയിലുള്ള കമ്പനിയാണ്. അതിന് 260 കോടിയുടെ സെയിൽസും പരസ്പരം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് പരിശോധിക്കുമ്പോൾ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ സെയിൽസിന്റെ 72% ഈ റിലേറ്റഡ് പാർട്ടീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, സെയിൽസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതും ഇവരുടെ പ്രോഫിറ്റ് മാർജിന്റെ കുറവും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഈ ഒരു ഇഷ്യൂ, അതായത് കിറ്റക്സിന്റെ ഒരു അസോസിയേറ്റഡ് കമ്പനികളും ഇതും തമ്മിലുള്ള ട്രാൻസാക്ഷന് വരുന്ന ഈ സംശയം ഉണ്ടല്ലോ, ഇത് ഇല്ലീഗൽ എന്ന് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് ആസ് പെർ റൂൾ ആനുവൽ ജനറൽ ബോഡിയിൽ പാസ്സാക്കിയ ലിമിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ അസോസിയേറ്റഡ് കമ്പനികളുടെ ഒരു ഇഷ്യൂ 2017-18 കാലഘട്ടത്തിൽ തന്നെ ഇത് ചർച്ചയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ കമ്പനികളുടെ അസോസിയേറ്റഡ് കമ്പനികളുടെ ഒരു മെർജിങ് സാധ്യത ഉണ്ടോ എന്നൊക്കെ അന്ന് ന്യൂസ് ചാനലൊക്കെ മാനേജ്മെന്റിനോട് ചോദിച്ചിരുന്നു. 2021 മെർജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഉറപ്പ് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പോഴും ഇവര് മെർജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള യാതൊരു ഡിസ്കഷനും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ബിസിനസ് മോഡലിന് 2 വശങ്ങളുണ്ട്. കിറ്റക്സ് ഗാർമെന്റിന് കിട്ടേണ്ടുന്ന ഒരു പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിന് കിട്ടുന്നില്ല, അത് മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്ക്, അത് ലിസ്റ്റ് ചെയ്യാത്ത അതർ എൻറ്റിറ്റിക്ക് പോകുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, മാനേജ്മെന്റിന് വേണമെങ്കിൽ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാനോ കുറച്ച് കാണിക്കാനോ പറ്റും. അത് അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ പ്രൈസ് വർദ്ധിപ്പിക്കാൻ അവർക്ക് വേണമെങ്കിൽ പറ്റും. ഈ ഒരു സാധ്യത ഇതിനുണ്ട്. അപ്പൊ ഇത് ഒരു ട്രാൻസ്പെറൻസിയുടെ ഒരു വിഷയമാണ് എന്നർത്ഥം. ടെക്സ്റ്റൈൽ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി വരുമ്പോൾ ഗവൺമെന്റ് വളരെയധികം ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. അമെൻഡഡ് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട് സ്കീം, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പാർക്ക്, ഇങ്ങനെ നിരവധി സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ നമുക്കറിയാം വലിയൊരു കോമ്പറ്റീഷനാണ് ഗവൺമെന്റുകൾ തമ്മിൽ. അപ്പൊ ഇത്തരത്തിലുള്ള അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കിറ്റക്സിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള പൊട്ടൻഷ്യലും കമ്പനിക്കുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്തുള്ള ചില ഇഷ്യൂസ് അവർ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസും ഈ സ്റ്റോക്കിന്റെ മുകളിൽ കൂടാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും ആദ്യകാല ഇൻവെസ്റ്റേഴ്സിന്
വലിയ തോതിൽ വെൽത്ത് ഉണ്ടാക്കി കൊടുത്ത ഒരു കമ്പനിയാണ് കിറ്റക്സ് ഗാർമെന്റ്സ് എന്നുള്ള വസ്തുത ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. 2017-18 കാലത്ത് തന്നെ കിറ്റക്സ് വിഷൻ 2025 എന്ന് പറയുന്ന ഒരു മെഗാ പ്ലാനൊക്കെ പദ്ധതിയൊക്കെ കിറ്റക്സ് കൊണ്ടുവന്നിരുന്നു. അതായത് 2025 ആകുമ്പോഴേക്കും സെയിൽസ് ടേൺ ഓവർ 2000 കോടിക്ക് മുകളിൽ വരണം എന്നൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ 2025 കൂടിയിട്ട് 2000 crore എന്നുള്ളത് ഒരു പക്ഷെ നടന്നുണ്ടായില്ല. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെ കിറ്റക്സ് എക്സ്പാൻഷൻ പ്ലാനിന് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ.